കേരളം അംഗത്തിനൊരുങ്ങുന്നു. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗം ഇന്ന് ചേരും. കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരൻ ഇന്ന് ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെ കാണും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകാൻ ബിജെപിയും ഇന്നോ നാളെയോ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ ബിജെപിയുടെ ശ്രമം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, അങ്ങനെ ഈ ഒരു സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ ഒരു ബിജെപിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 50-ലേറെ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ 50-ലേറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആലോചന. രാവിലെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനാണ് ധാരണയായിട്ടുള്ളത്. അന്തിമഘട്ട ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം നേതാക്കളെല്ലാം ഡൽഹിയിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു അന്തിമ തീരുമാനം ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ 50-ലേറെ സ്ഥാനാർത്ഥികളെയായിരിക്കും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരന് ഇന്നൊരു നിർണായകമാണ്. ഇന്ന് ഹൈക്കമാൻഡുമായി പ്രധാനമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് രാവിലെ നടക്കും. ഇന്നത്തെ അന്തിമ തീരുമാനമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കണോ വേണ്ടയോ എന്നതിലേക്കുള്ള തീരുമാനമെടുക്കുന്നത് ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയായിരിക്കും. രാവിലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗത്തിന് ശേഷമായിരിക്കും കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ധാരണയായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റിയെല്ലാം ചേർന്നിരുന്നു. ഇതിൽ 50-ലേറെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ NDA സഖ്യം കഴിഞ്ഞ ദിവസം 47 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട നേമമടക്കമുള്ള വട്ടിയൂർക്കാവ് അടക്കമുള്ള മഞ്ചേശ്വരം അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയായിരുന്നു BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഈ സാഹചര്യത്തിൽ 47 സ്ഥാനാർത്ഥികളും തങ്ങളുടെ പ്രചാരണ രംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ്. ബാക്കി വരുന്ന സ്ഥാനാർത്ഥികളെ ഇന്നോ നാളെയോ BJP പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുതന്നെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, പ്രധാനപ്പെട്ട ക്ലാസ് മണ്ഡലങ്ങളിൽ ശക്തമായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാക്കാൻ BJP ഒരുങ്ങുന്നത്. അതേസമയം തന്നെ LDF തങ്ങളുടെ CPIM 75 സ്ഥാനാർത്ഥികളും CPI 25 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടതു മുന്നണിയും പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. ഇന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ ഇന്ന് തുടങ്ങും. മട്ടന്നൂർ വിമാനത്താവളം മുതൽ ധർമ്മടം മണ്ഡലം വരെയാണ് ആദ്യ റോഡ് ഷോ. മുഖ്യമന്ത്രി നയിക്കുന്ന ആദ്യ റോഡ് ഷോ. ഉച്ച കഴിഞ്ഞ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എത്തുന്ന മുഖ്യമന്ത്രി റോഡ് ഷോ നടത്തും. മട്ടന്നൂരിൽ നിന്നും പിണറായിലേക്കാണ് ആദ്യ റോഡ് ഷോ ഉണ്ടാവുക. പിണറായിൽ നിന്ന് ആദ്യ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. നാളെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തും. ആദ്യഘട്ടത്തിൽ 3 ദിവസം മുഖ്യമന്ത്രി കണ്ണൂരിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ കണ്ണൂർ CPI നേതൃത്വത്തെ വെട്ടിലാക്കിയതായിരുന്നു TK ഗോവിന്ദൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. പാർട്ടിയിൽ നിന്ന് പോയതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർക്കെതിരെയും ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യയായിട്ടുള്ള PK ശ്യാമൾക്കെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിലെ CPIM നേതൃത്വം. പ്രധാനമായും 2 ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയതിന് പിന്നാലെ 3 തവണ MLA ആയതിന് പിന്നാലെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ ഗോവിന്ദൻ മാസ്റ്റർ അഴിമതി നടത്താനാണെന്നായിരുന്നു TK ഗോവിന്ദൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ്റെ ആരോപണത്തിൽ നിലവിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ഇടതുമുന്നണി അല്ലെങ്കിൽ പ്രധാനമായും CPIM. അതിൽ ഇന്ന് MP ഗോവിന്ദ മാസ്റ്റർ ഒരു വിശദീകരണം നൽകാനുള്ള ഒരു സാധ്യത ഇന്ന് തെളിയുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മറ്റൊരു ചേരിയിലേക്ക് കടക്കുന്നതോടെ
CPM വലിയതുള്ള വെട്ടിലാകുന്നു, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും 3 മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി ഈ നിയമസഭയിലെ പരമാവധി സീറ്റ് പിടിക്കാനുള്ള അംഗത്തിന് ഒരുങ്ങുകയാണ്. ഇന്നായിരിക്കും കോൺഗ്രസിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. നാളെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നോ നാളെ ആയിരിക്കും BJPയുടെ ബാക്കി വരുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത ഒരുങ്ങുന്നത്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഡൽഹിയിലെ കൂടിക്കാഴ്ച നിർണായകമാണ്. അതുപോലെ തന്നെ മറ്റ് MP-മാർക്കും മത്സരിക്കണമെന്നതിൽ ഇന്നൊരു ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനം പറയും. ദീപ്തി, ശരി, എന്തായാലും കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യതയുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗം ഇന്ന് ചേരും. കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരൻ ഇന്ന് ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെ കാണും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകാൻ BJPയും ഒരുങ്ങുകയാണ്. ഇന്നോ നാളെയോ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ BJPയുടെ ശ്രമം നടക്കുന്നുണ്ട്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.